ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരു പ്രവണത എനിക്ക് ശരിയാണോന്ന് അറിയില്ല, പക്ഷേ നമ്മുടെ ഈ മലബാർ ഏരിയയിൽ നമ്മുടെ ഹോട്ടൽസ് ഒക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടി വരികയാണല്ലോ. റീല് നോക്കിക്കഴിഞ്ഞാൽ കുറേ വ്ളോഗേഴ്സ് കാണാം, അത് തുടങ്ങി ഇത് തുടങ്ങി. അത് ശരിക്കും ഒരു നല്ലൊരു ഹാബിറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ മലബാർ ഏരിയയിൽ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര പേഷ്യൻസാണ് ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൊക്ടോളജി അസുഖങ്ങൾ. അതിൻ്റെ മെയിൻ കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ഹാബിറ്റിൽ തന്നെ നമ്മൾ എന്താണ് കഴിക്കുന്നത് എന്നുള്ളതിൻ്റെ, ഒന്ന് എപ്പോഴാണ് കഴിക്കുന്നത് എന്നുള്ളതിൻ്റെ. അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മളൊരു ഈവനിങ് ആകുമ്പം ഈവനിങ്ങും തുടങ്ങും നമ്മൾ അല്ലേ, ചായ കുടിയിൽ അങ്ങോട്ട് തുടങ്ങും. എണ്ണക്കടികൾ, ചായ, അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്ന വഴിക്ക് ഒരു ഷവർമ പിടിച്ചിങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ പോകും. പിന്നെ നമ്മൾ മന്തിക്കട നോക്കിയാണ് അല്ലേ, മന്തി കഴിച്ച് ബീച്ചിൽ പോയിട്ട് അവിടുന്ന് നമ്മൾ കുറച്ച് എന്താ പറയുക ചെറിയ പുളിയുള്ള സാധനങ്ങൾ, പിന്നെ ചെറിയ ചെറിയ മസാല സാധനങ്ങൾ, പിന്നെ അവിടുന്ന് നമ്മളിങ്ങനെ ഈ ഫുഡ് ഷോപ്പിംഗ് ആണ് അല്ലേ, ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി. എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ ഒരു 2-2:30 3 മണിയാവും അല്ലേ. മോർണിംഗ്സ് ഒക്കെ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും എണീക്കുന്നുണ്ടാവുക. ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഫുഡ്, നല്ല മസാലയുള്ള സാധനങ്ങളും എല്ലാം നമ്മുടെ വയറിലിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ കെട്ടിക്കിടന്ന് ഇങ്ങനെ നമ്മുടെ കുടലിലെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞ് നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത്തേത് നമുക്ക് എക്സസൈസ് ഇല്ല. എക്സസൈസിൻ്റെ സമയം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് നടക്കുകയാണ് അല്ലേ. മോർണിംഗ്സും ലേറ്റായിട്ട് എണീക്കുന്നു. അപ്പോൾ നമ്മുടെ ആ ബോഡി തന്നെ ഇതിനോട് ഓരോരോ ചേഞ്ചസ് ഇങ്ങനെ കൊണ്ടുവരിക. നമ്മുടെ കുടലിൻ്റെ പ്രവർത്തനം കുറഞ്ഞു, നമുക്ക് എക്സസൈസ് ഇല്ല, നമുക്ക് വാഷ്റൂമിൽ പോകുന്നത് പിന്നെ നമ്മൾ മൊബൈൽ കൊണ്ട് ടോയ്ലറ്റിൽ പോകുന്നു, ഇത് നോക്കിയിരിക്കുന്നു. ഇതൊക്കെ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ ബോഡിക്ക്. എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് എൻ്റെ പേഷ്യൻസിനോട്, നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്, അതായത് എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് എൻ്റെ ബോഡിയാണ്. എൻ്റെ കൂടെ ഉണ്ടാവുന്ന ഒരേ ഒരാൾ എൻ്റെ വൈഫോ കുട്ടികളോ ആരുമല്ല, എൻ്റെ ബോഡിയാണ് എൻ്റെ കൂടെ ഉള്ളത്. എൻ്റെ ബോഡീനെ നീ എത്രയും ടോർച്ചർ ചെയ്യുന്നോ ആ ടോർച്ചർ ഏറ്റുവാങ്ങി ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇത് ക്ഷീണിക്കില്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് എൻ്റെ പേഷ്യൻസിനോട്, നമ്മൾ ഫുഡിലും ഇങ്ങനത്തെ ആക്ടിവിറ്റീസ്, ലേറ്റ് നൈറ്റുള്ള പരിപാടികൾ അതൊക്കെ ഒഴിവാക്കണം, പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഒരു ദിവസം നമുക്ക് തിരിച്ച് പണി തരും. ലൈറ്റർ മോഡിൽ ഞാനിങ്ങനെ പറഞ്ഞു പോയതാണ്, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിൽ മലബാറിലാണ് ഏറ്റവും കൂടുതൽ ഹോട്ടൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഭയങ്കര ഭക്ഷണപ്രിയരാണ്. ഞാനും കഴിക്കുന്നുണ്ടോ, കഴിക്കാതെന്നല്ല, പക്ഷെ അതിനൊരു ലിമിറ്റും ഉണ്ട്. മോഡറേറ്റ് ആയിട്ട് പിന്നെ എപ്പോൾ എന്നുള്ളത്. ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം വല്ലപ്പോഴും നല്ലതാണ്, എപ്പോഴും ആയാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും നോക്കണം. പിന്നെ എക്സസൈസും, ഈ 3 കാര്യങ്ങളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ലൈഫായിരിക്കും നമ്മുടെ മുന്നിലുണ്ടാവുക. ഇല്ലെങ്കിൽ പണി കിട്ടും. യെസ്.